Hi friends, welcome to Fezu's kitchen. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിസ്സ സോസ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ കുറച്ച് വേണം. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി. അത് കുറച്ച് വലിയ ടൈപ്പ് ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വലിയ ഉള്ളിയുടെ പകുതി മാത്രം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം വഴറ്റി എടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ബേസിൽ, 1/2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ തക്കാളിയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കേട്ടോ, ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. കളഞ്ഞെടുക്കാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ മാത്രം കാണിക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കൊരു 4 പീസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാപ്രിക്ക പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു 2 മിനിറ്റ് കൂടി മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൂടുതൽ സമയമൊന്നും വേവിച്ചെടുക്കണ്ട. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും അരച്ചെടുക്കണ്ട, ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ അതെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാം. ഒരു 10-15 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.